അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ബഹുമാനപ്പെട്ട RCKP, എല്ലാവർക്കും ഇപ്പോൾ അവസരം തന്നതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ബഹുമാനപ്പെട്ട സിംസാർ ലക്കി ഉസ്താദിൻ്റെ ക്ലാസ് നഷ്ടപ്പെട്ടതിൽ വളരെ ദുഃഖമുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവാണ്. അപ്പോൾ ഏതായാലും കുറച്ച് സമയത്തേക്ക് നമുക്ക് ഒരു പ്രത്യേകമായ ലൈവിന് വേണ്ടി തയ്യാറെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഒരു ഇങ്ങനെ സാധാരണ രീതിയിൽ മുമ്പ് എടുക്കുന്ന സമയത്തൊക്കെ കട്ട് വന്നിട്ട് ഇങ്ങനെ സാധാരണ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ നിർത്തിപ്പോവുകയൊക്കെ ആയിരുന്നു. ഏതായാലും ഇന്ന് കട്ടൊന്നുമില്ല എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. ഏതായാലും ഞാൻ നിങ്ങളൊക്കെ ഒന്ന് പേടിപ്പിക്കാം എന്ന് വിചാരിച്ചിരിക്കുക. പേടിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഒരു 100 പേര് എടുക്കുകയാണെങ്കിൽ അതിൽ പകുതിയോളം പേർക്ക് പ്രമേഹം അല്ലെങ്കിൽ പ്രഷർ ജീവിതകാലത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് അപൂർവമാണ്. അപ്പോൾ അതിനെ വല്ലപ്പോഴും ഉണ്ടാവുക എന്നല്ല, ദീർഘകാലമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവാം, എന്തൊക്കെ നമ്മളതിനെ പേടിക്കണം എന്നുള്ള കാര്യം മാത്രം പേടിപ്പിച്ചിട്ട് നമുക്കതിനെക്കുറിച്ച് ഒന്നുമില്ല, അതിനെക്കുറിച്ചൊന്ന് അവെയർ ആയിരിക്കാൻ. നമ്മൾ പ്രമേഹമുണ്ട് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത് എന്താണ്, പ്രമേഹം എത്ര കാലം നിന്നാൽ എന്തൊക്കെ ഉണ്ടാവാം എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ കുറച്ച് നേരം സംസാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിഗണിക്കാം. നമുക്ക് പറ്റുന്ന രീതിയിൽ അതിന് മറുപടി പറയുകയും ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രധാനമായിട്ട് പ്രമേഹം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറിൻ്റെ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവിൻ്റെ നിയന്ത്രണത്തിലുള്ള പാകപ്പിഴകളാണ്. അത് മറ്റൊരു കാര്യങ്ങൾ കൂടെ കേട്ടിട്ടുണ്ടാവും. ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഹോർമോണാണ്. ഹോർമോൺ എന്ന് പറഞ്ഞാൽ അത് ആണ് നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെ കുറവും കൂടുതലും എല്ലാം തീരുമാനിക്കുന്നത്. അതിൻ്റെ അളവ് കുറയുക, ആ ഒരു ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ അളവ് ആവശ്യത്തിനുണ്ടാവാതിരിക്കുക, അതിൻ്റെ ശരീരത്തിലുള്ള പ്രവർത്തനത്തിലുള്ള തകരാറുകൾ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമുക്ക് പ്രമേഹമായിട്ട് വരുന്നത്. അപ്പോൾ പ്രമേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവിൻ്റെ പ്രശ്നം കാരണം ഷുഗർ കൂടിയിരിക്കും, ചില സമയത്ത് കുറഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടിയാലും പ്രശ്നമുണ്ട്, കുറഞ്ഞാലും പ്രശ്നമുണ്ട്. കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് പല പ്രശ്നങ്ങളുണ്ട്. വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ പറ്റാതെയാവും. ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പെട്രോൾ കാറ് ഉദാഹരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്യൂവലായിട്ട്, അതിൻ്റെ ഓയിലായിട്ട്, പെട്രോളായിട്ട് നമുക്ക് നമ്മുടെ ഭക്ഷണത്തെയും അതിൻ്റെ ഗ്ലൂക്കോസിനെയും പരിഗണിക്കാം. എന്നാൽ അത് കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന, നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് എത്തുകയും ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാനുള്ള നിയന്ത്രണങ്ങൾ ക്ലച്ചിലും ബ്രേക്കിലും എല്ലാമാണ് ഇരിക്കുന്നത്. അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഈ പ്രമേഹത്തിൻ്റെ അവസ്ഥയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആവശ്യത്തിന് കുറയ്ക്കാനോ ആവശ്യത്തിന് കൂട്ടാനോ ഒന്നും സാധിക്കാതെ വരും. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട മർമ്മം എന്ന് വെച്ചാൽ പ്രമേഹം ഉണ്ടാവുക ഉണ്ടാവാതിരിക്കുക. നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വല്ലതും കേട്ടോ? ഹലോ, അത് DC ആയി പോയതാണ്, ക്ഷമിക്കുക. അപ്പോൾ തുടക്കം മാത്രമേ പറഞ്ഞുള്ളൂ, പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും കടന്നില്ല. പ്രമേഹത്തിൻ്റെ ദീർഘകാലം മാത്രം നിർത്താം. എൻ്റെ നെറ്റ് എന്ന് പറഞ്ഞാൽ അതായിരിക്കാം. ഏതായാലും പ്രമേഹം എന്ന് പറയുന്ന അസുഖം നമ്മൾ ചില ആളുകളെങ്കിലും അത് അത്ര ശ്രദ്ധിക്കാതെ ഒരു കളയുന്നൊരു അസുഖമാണ് പ്രമേഹം. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഡോക്ടർ പ്രമേഹം ഉണ്ടെന്ന് പറയുന്നു, മരുന്ന് കഴിക്കാനും പറയുന്നു, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറയുന്നു, അത് ഞാനങ്ങ് കാര്യമാക്കുന്നില്ല എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ എന്തെങ്കിലും പറയാതെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് കിടക്കണോ, അതോ നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അനുസരിച്ച് കട്ടായാലും പിന്നെ വലിയ പ്രശ്നമില്ല. തങ്ങളുടെ സലാത്തുണ്ട്, അതാണ് മൈക്കിൾ ഈസി. ഏതായാലും ബഹുമാനപ്പെട്ട അബ്ദുൽ പറയട്ടെ. അസ്സലാമു അലൈക്കും. സമ്മതമാണെങ്കിൽ ഓക്കെ. ഹലോ
ഡോക്ടർ റഹ്മാൻ, ഞാൻ ഡോക്ടർ അഷ്റഫാണ്. ഓക്കെ, പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ചോദിച്ചു. സാധാരണ അതില് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ഒന്ന് ദാഹമാണ്, കണ്ടമാനം വെള്ളം കുടിക്കുക. രണ്ടാമത്തേത് പകല് കണ്ടമാനം മൂത്രം പോവുക, രാത്രി മൂത്രം പോവുക. മൂന്നാമത്തേത് വിശപ്പ് കൂടുക, ഭക്ഷണം കണ്ടമാനം കഴിക്കുക. ഇതാണ് സാധാരണ പറയുന്നത്. പോളിയൂറിയ, പോളിഡിപ്സിയ, പോളിഫാജിയ എന്ന് പറയും. ഭക്ഷണം കണ്ടമാനം കഴിക്കുക, അതേപോലെ വെള്ളം കണ്ടമാനം കഴിക്കുക, അതേപോലെ രാത്രി മൂത്രം പോവുക. പക്ഷെ ഇന്ന് ശരിക്കും നമ്മൾ മിക്ക രോഗികളും പറയുന്നത് വെച്ചാൽ ഇതൊന്നും അത്ര കാണാറില്ല, എല്ലാം ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ. ഇതൊന്നും ഈ ലക്ഷണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല, തന്നെ പ്രമേഹം കാണാറുണ്ട്. സാധാരണ നമ്മൾ കാണാറ് മുറി ഉണങ്ങാൻ താമസം വരിക, അല്ലെങ്കിൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ അഴുകിലൊക്കെ ചൊറി വരിക, അല്ലെങ്കിൽ പിന്നെ കാലിന്റെ നഖത്തിനെല്ലാം കേടുവരിക. ഇങ്ങനത്തെ ഇതും ലക്ഷണങ്ങളാക്കി എടുക്കാം. അല്ലെങ്കിൽ ഗ്യാസിന്റെ അസുഖം, ഭയങ്കര വിശപ്പ് കൂടുതലായിട്ട് വയറിൽ ഗ്യാസ്ട്രൈറ്റിസ് പോലെ പ്രസന്റ് ചെയ്യുക. അങ്ങനെയെല്ലാം സാധാരണ പ്രമേഹത്തിന്റെ ലക്ഷണം കാണാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ദാഹം, അതേപോലെ വിശപ്പ് കൂടുക, ഇതെല്ലാം ഇതിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ സാധാരണ കൂടുതൽ കാണുന്ന ലക്ഷണം തടി മെലിയ, പെട്ടെന്നൊരു കാരണമില്ലാതെ. ഇപ്പൊ നേരത്തെ 50 കിലോ ഉള്ള ആള് പെട്ടെന്ന് കുറഞ്ഞിട്ട് ഒരു 40, 10 കിലോ, 5 കിലോ പെട്ടെന്ന് എല്ലാവരും പറയുന്നത് ഇവൻ എന്താ അത്ര മെലിഞ്ഞത് എന്ന് പറയാം. ഇതെല്ലാം പ്രമേഹത്തിന്റെ ലക്ഷണമൊക്കെ എടുക്കാം. അപ്പൊ നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്ക് പറയുന്ന ദാഹം, അതുപോലെ അധികം വിശപ്പ്, മൂത്രം പോയി, ഇതിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മറ്റു ലക്ഷണങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. പിന്നെ വളരെ എളുപ്പമായിട്ട് അടുത്ത ഡോക്ടർ എടുക്കും തോന്നുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ മേലിൽ ഒരു കുരുകൾ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കുരുകൾ പൊന്തും, അത് രക്തം വരും, കുറച്ച് പിന്നെയും കുരുകൾ പൊന്തിക്കൊണ്ട് മാറുന്നില്ല കുരുകൾ. ഹലോ, അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ പ്രമേഹം. വേറെ പല കാരണങ്ങളും ആയിരിക്കാം. അത് ഈ സാധാരണ ഒരു കാരണം മാത്രമേ ഉള്ളൂ പ്രമേഹം. മറ്റു കാരണം ഏതെങ്കിലും ഭാഗത്ത് ഇൻഫെക്ഷൻ, പല്ലിന് പൊത്തോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് രോഗബാധ ഉണ്ടെങ്കിൽ, കീടങ്ങളുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മുടെ ശരീരത്തിനെ ബാധിക്കാം, കുരുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കാരണം മാത്രമേ ഉള്ളൂ പ്രമേഹം. അപ്പൊ അതല്ല ബാക്ക് ഭാഗത്താണെങ്കിൽ അത് അക്കിനി എന്ന് പറയും, അതായിരിക്കാം. തൊലിപ്പുറമുള്ള അസുഖമായിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഭാഗത്ത് അണുബാധ ഉണ്ടെങ്കിൽ, കാലിന് വേറെ ചെറിയ മുറിവുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ കുരുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലാതെ എല്ലാം പ്രമേഹമാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടറെ, ഈ പ്രമേഹം ഉള്ള ആളുകൾ കൂടുതൽ നടക്കുന്നത് ശരീരത്തിന് ദോഷമാണോ അതിനെങ്കിലും ഗുണമാണോ? ഞാനൊരു പത്രമാസികയിൽ വായിച്ചു, ഇങ്ങനെ കൂടുതൽ നടക്കുന്നത് മരണത്തിലേക്കുള്ള നടപ്പാണെന്ന്. പ്രമേഹ രോഗികള് കൂടുതൽ നടക്കുക, അങ്ങനെ ഉണ്ടോ? അത് എന്താ അതിന് എന്ന് പറയാമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത് കുറച്ച് വിശദീകരിച്ച് പറയേണ്ട വിഷയമാണ്. എന്ന് വെച്ചാൽ വളരെ തുടക്കത്തിലുള്ള പ്രമേഹം, വളരെ ചെറിയ പ്രമേഹമാണെങ്കിൽ, വളരെ കുറഞ്ഞ ഒരു സാധാരണ നമ്മൾ ബ്ലഡിന്റെ അളവ് പറയാറ് 150 ആണ്. അപ്പൊ 150ന്റെ താഴെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെറും ഭക്ഷണ നിയന്ത്രണം, അതേപോലെ എക്സസൈസ്, രാവിലെ എണീറ്റ് അല്പസമയം നടക്കുക, ഇതെല്ലാം ശരിക്കും നമുക്ക് അതുകൊണ്ട് മാത്രം നിയന്ത്രിക്കാൻ പറ്റും. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും എക്സസൈസ് ചെയ്തതാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വളരെ കുറഞ്ഞ അളവ് ഇൻസുലിൻ ഉണ്ട്. ആ ഇൻസുലിൻ, ശരീരത്തിലുള്ള ഇൻസുലിൻ അത് ശരിക്കും ആക്റ്റീവ് ആവാനും അതേപോലെ അത് പ്രവർത്തിക്കാനുള്ള സമയം എക്സസൈസ് കൊടുക്കും. ഇൻസുലിൻ മാത്രമല്ല, പ്രഷർ, കൊളസ്ട്രോൾ, ഈ അസുഖങ്ങളെല്ലാം കുറയാൻ ഇത് കാരണമാണ്. ഇത് നമ്മൾ രാവിലെ അല്പസമയം നടക്കുക, അരമണിക്കൂറോ 1 മണിക്കൂറോ നടക്കുന്നത്. നേരത്തെ അത് കൂടെ മറ്റു സുഹൃത്ത് ചോദിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രമേയം അധികമുള്ള ആളുകൾ 400, 500 അത്രയധികം പ്രമേയമുള്ള ആളുകൾക്ക് അവർക്ക് നടക്കണ്ട എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ചെറിയ മുറിവ് മതി അവരുടെ ശരീരത്തിന് അത് അണുബാധ ഏൽക്കാനും അതേപോലെ അത് പഴുപ്പ് വരാനും കാല് തന്നെ അല്ലെങ്കിൽ കയ്യ് തന്നെ പോവാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ടാണ് നടക്കേണ്ട. അത് മരണത്തിലേക്ക് നടക്കാമെന്ന് ആരെങ്കിലും എവിടെയും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെയാണ്. എന്നുവെച്ചാൽ അധികം ഷുഗറുള്ള ആളുകൾ 400, 500 ആളുകൾ കൺട്രോൾ ചെയ്യാതെ ഇൻസുലിൻ എടുക്കുന്ന ആളുകൾക്ക് അത് അവർക്ക് മരണത്തിലേക്ക് നടത്തുന്നത് അവർ കാലിൽ മുറിവ് വരുന്നത് ശ്രദ്ധിക്കണം. ഇപ്പൊ അതിനായിട്ട് ഇപ്പൊ ഷുഗറിന്റെ പ്രമേയത്തിന്റെ കീഴിൽ അതിൽ ഒരു കാലിന്റെ മാത്രം പരിശോധനയ്ക്ക് ഒരു വിഭാഗം തന്നെ വന്നിട്ടുണ്ട്. ആ വിഭാഗത്തിന്റെ കീഴിൽ അവരത്
പ്രമേഹത്തിന് ഒരു കാലിന്റെ ബ്ലഡ് സർക്കുലേഷൻ നോക്കലും അതിന്റെ ന്യൂറോളജി നെർവസ് സിസ്റ്റം നോക്കുന്നൊക്കെ അതിനായിട്ട് പ്രത്യേക മെഡിസിൻ വിഭാഗം തന്നെ ആയി വന്നിട്ടുണ്ട്. കാല് മാത്രം നോക്കുന്നത്, ആ കാലിന് പ്രത്യേക ചെരിപ്പ്, കാലിന് മാത്രം ധരിക്കാനുള്ള ഇത്, അങ്ങനെ എല്ലാം വരുന്ന അത് കാലിന്റെ അത്ര അങ്ങനെ പ്രമേഹം കൂടിയ ആളുകൾക്കാണ് ഈ നടത്തം അവരെ ബാധിക്കുക. അവർക്ക് നടക്കാനും കഴിയില്ല, നടത്തം അവരെ ബാധിക്കും. അവർ കഴിയുന്നത്ര ഒഴിവാക്കുകയാണ് നല്ലത്. കൂടുതൽ പ്രമേഹമുള്ള ഇൻസുലിൻ എടുക്കുന്ന രോഗികൾ, അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റു ഡോക്ടർ വന്നാൽ ഞാൻ മൈക്ക് വെക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും ഡോക്ടർ. ഈ പാരമ്പര്യമായിട്ട് പ്രമേഹം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ? ഹലോ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യത നല്ലോണ്ട്. നമ്മുടെ കുടുംബത്തിലെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ പ്രമേഹം ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യത നല്ലോണ്ട്, പാരമ്പര്യമായിട്ട് കാണാറുണ്ട്. പക്ഷേ അത് അങ്ങനെയുള്ള കുടുംബത്തിലെ ആളുകൾ വളരെ ശ്രദ്ധിക്കുന്നതല്ലാണ്. ഉപ്പാക്കോ അല്ലെങ്കിൽ ഉമ്മാക്കോ പ്രമേഹം ഉണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. ഇത് വളരെ ഇതായിട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണെന്ന് വെച്ചാൽ പ്രമേഹത്തിന്റെ എണ്ണം കൂടുതൽ. അപ്പോൾ നമ്മൾ ചെറിയ 20, 25, 30 വയസ്സുള്ള പിള്ളേർക്ക് കണ്ടമാനം ഷുഗർ. അതൊരു കാരണം നമ്മുടെ ഭക്ഷണത്തിന്റെ ആധിക്യമാണ്. സൂറത്ത് അഹ്റാഫിൽ പറഞ്ഞില്ലേ, കുലു വഷ്റബു കഴിഞ്ഞിട്ട് വല തുശ്രിഫു എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അഹ്റാഫിൽ 31-ാമത്തെ ആയത്ത്, കുലു വഷ്റബു വല തുശ്രിഫു, നിങ്ങൾ കുടിച്ചോളൂ കഴിച്ചോളൂ, പക്ഷെ അമിതമാക്കരുത്. ഈ ആയത്ത് നമ്മൾ ശ്രദ്ധിക്കുക. ചില ആളുകൾക്ക് എഴുതി കൊടുക്കാറുണ്ട് ആയത്ത്. ചില ആളുകൾ പിന്നെ ഭക്ഷണം കഴിക്കുന്ന എത്ര ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പോൾ ഈ ആയത്തങ്ങൾ എഴുതി കൊടുക്കും. കുല്ലു അഷ്റബു അതിന് ശേഷം വല തുശ്രിഫു എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് അഹ്റാഫ് 7-ാമത്തെ സൂറത്ത് 31-ാമത്തെ ആയത്തിൽ. അപ്പോൾ അത് അമിതമാക്കിയതെന്ന് റസൂൽ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പിള്ളേർക്ക് 25-30 വയസ്സിലെ താഴെ കുട്ടികൾക്ക് മെയിൻ കാരണം ഇതാണ്, പ്രമേഹം വരാൻ. അവർക്ക് ഭക്ഷണത്തിന്റെ ആധിക്യം കാരണം പ്രമേഹം നേരത്തെ വളരെ ചെറുപ്പത്തിൽ തന്നെ പിടിപെടുന്നു. പിന്നെ അവർക്ക് അങ്ങോട്ടുള്ള ജീവിതം വളരെ ഇതായിരിക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഭക്ഷണം ഇപ്പം മുമ്പൊക്കെ ശരിക്ക് ഇന്നും റസൂൽ നേരത്തെ മുന്നറിയിപ്പ് തന്ന നമുക്ക്, നമ്മൾ ഭക്ഷണത്തിന്റെ ദാരിദ്ര്യമല്ല ആധിക്യമാണ് ഞാൻ ഭയപ്പെടുന്നെന്ന് പറഞ്ഞ ഹദീസ്. അപ്പോൾ അത് ആ ഒരു നമ്മൾ ഓർക്കുക. കണ്ടമാനം ഭക്ഷണം കഴിക്കുന്നതാണ് ഇന്നത്തെ കാരണം. ഈ പാരമ്പര്യം ഒരു കാരണമാണ്, അതല്ലാത്ത കാരണം നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നതാണ്, നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി തീർക്കുന്നതാണ് അമിതമായ ഭക്ഷണം. അക്കാര്യത്തെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ എന്റെ മൈക്ക് ക്ലിയർ ആണ്, കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഹലോ, ഓക്കെ. ഡോക്ടർ, എനിക്ക് 41 വയസ്സായി. പിന്നെ ഞാനിപ്പോൾ ഏകദേശം 1 വർഷമായിട്ട് ഡയബറ്റിക്സിന്റെ മെഡിസിൻ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് UAE അലൈനിലാണ്. മെഡിസിൻ എടുക്കുന്നത് അമാരിൽ 2 mg, അതുപോലെ കൊളസ്ട്രോളിന്റെ പിന്നെ ലിപ്പിറ്റർ 10 mg, ആ 2 മരുന്ന് കഴിക്കുന്നത്. എന്റെ ലാസ്റ്റ് റിപ്പോർട്ടിൽ പിന്നെ ഷുഗർ വന്നിട്ടുള്ളത് 113 ആണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 113 mg. പിന്നെ ശരിക്കും എന്റെ നമ്മൾ ഒട്ടുമിക്ക സുഹൃത്തുക്കളുടെ അടുത്ത് ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഇത്രയും ഷുഗറിനൊന്നും പിന്നെ ആ മെഡിസിൻ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിലും മെഡിസിൻ നിർത്തി വെക്കാൻ വയ്യ. കാരണം കഴിഞ്ഞ തവണ ഒരു 10 ദിവസം ഞാൻ മെഡിസിൻ എടുക്കാതെ ഇരുന്നിട്ട് പിന്നെ ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് കൂടുതലുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണോ അതോ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായത് ഫാസ്റ്റിംഗിൽ 113 ആണ്. സാറിന് മറുപടി കാണാം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഡോക്ടർ റഹ്മാൻ, ഞാൻ ഡോക്ടർ അഷ്റഫാണ്, എടവണ്ണാണ്. ഇപ്പം നേരത്തെ ഡോക്ടർ DC സമയത്ത് എടുത്തുന്നുള്ളൂ. ഞാൻ സാറിന് ഈ ക്ലാസ്സിൽ അങ്ങനെ വരാറത്താണ്. മുമ്പ് ഒരു ഖുറാൻ ക്ലാസ് ഇതിൽ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് വരാൻ കാരണം. ഞാൻ ഡോക്ടർ അഷ്റഫാണ്. ഡോക്ടർ റഹ്മാൻ പിന്നെ ഇപ്പൊ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നിനെ ഡോക്ടർ DC സമയത്ത് മൈക്ക് എടുത്തത് മാത്രം. അപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. പിന്നെ ഡോക്ടർ റഹ്മാൻ ഉള്ളതുകൊണ്ട് ഡോക്ടർ റഹ്മാൻ പറഞ്ഞോളും. അപ്പൊ ഇദ്ദേഹം ചോദിച്ചത് അദ്ദേഹം ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട്. ഫാസ്റ്റിംഗ് 114 എന്ന് വെച്ചാൽ അത് നോർമലാണ്. ഇപ്പൊ നിങ്ങളിപ്പോ കഴിക്കുന്ന പോലെ ഗുളിക കഴിച്ചാൽ മതി. അതേപോലെ കൊളസ്ട്രോൾ കാര്യം ശ്രദ്ധിക്കുക. 114, 113 പറയുന്നത് നോർമല്ല. ഫാസ്റ്റിംഗ് 113 അധികമൊന്നുമില്ല, 110 നോർമല്. അല്പം കൂടുതലുള്ളതിന് ഗുളിക ഡോസ് കൂട്ടേണ്ട ആവശ്യമില്ല. അതേപോലെ കഴിക്കുക, ഭക്ഷണം കുറക്കുക, അത് മാത്രമേ ആവശ്യമുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ അധികം ഷുഗർ ഒന്നും ഇല്ലെങ്കിൽ എക്സസൈസ് നല്ലതാണ്. ഇൻഷാ അല്ലാഹ് അതിനടുത്ത് ഡോക്ടർ റഹ്മാൻ ഉള്ളതുകൊണ്ട് ഡോക്ടർ റഹ്മാൻ മൈക്ക് എടുത്തോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഏതായാലും ബഹുമാനപ്പെട്ട ഡോക്ടർ പിന്നെ നമ്മുടെ നാട്ടിൽ ചില സുഹൃത്തുക്കള്, പ്രത്യേകിച്ചും മുസ്ലിം സുഹൃത്തുക്കളിൽ നിന്ന് മാത്രം കേട്ടിരുന്ന അല്ലെങ്കിൽ എവിടെയൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യം,
ബെഡ് കോഫി എന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് രാവിലെ എണീറ്റിട്ട് ബ്രഷ് ഒന്നും ചെയ്യുന്നതിന്റെ മുമ്പ് അങ്ങനെ ഒരു വെള്ളം കുടിക്കുന്ന, ചായ കുടിക്കുന്ന, ചൂടുവെള്ളം കുടിക്കുന്ന ഒരു സ്വഭാവം ചില ആളുകളിലൊക്കെ ഉണ്ട്. അത് ചില മുസ്ലിം സുഹൃത്തുക്കളുടെ ഇടയിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് നല്ലതാണ് എന്നുള്ളൊരു വാദം അത് അങ്ങനെ ചെയ്യുന്നവർ ഉയർത്തുന്നുണ്ട്. അതിൽ വല്ല യാഥാർത്ഥ്യം ഉണ്ടോ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഡോക്ടർ അഷ്റഫിനെ ഒന്ന് ഡോക്ടർ സാർ ഒന്ന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും പലരും എന്നോട് PM ചെയ്ത് ചോദിക്കുന്നത് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഡോക്ടറെ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഒന്ന് കാണുന്നത്. ഏതായാലും അൽഹംദുലില്ലാ വളരെ സന്തോഷമുണ്ട്. ഏതായാലും ഡോക്ടർ സ്ഥിരമായിട്ട് ക്ലാസ് റൂമിൽ വരണം. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒഴിവുള്ളതിനനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഏതായാലും ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. സുഹൃത്തിന്റെ ചോദ്യം മനസ്സിലായി. നമ്മൾ ശരിക്കും ബെഡ് കോഫി എന്ന് പറയുന്ന പേരെന്നെ ഇംഗ്ലീഷിലാണ്. അപ്പൊ അതിന് തന്നെ മനസ്സിലാവും അത് ഇംഗ്ലീഷുകാരുടെ സ്വഭാവമാണെന്ന്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആയത്തൊന്ന് ശ്രദ്ധിക്കും. നിങ്ങൾ പറയാത്ത കാര്യം എന്തുകൊണ്ട്, നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്തുകൊണ്ട് പറയും? ഞാൻ കഴിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ആയത്ത് വെച്ചിട്ട് ഞാൻ കഴിക്കുന്ന സാധനമാണ്, കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. സൂറത്ത് സഫിൽ ആയത്താണ് അപ്പൊ ഈ ഞാൻ സാധാരണ രാവിലെ നേരത്തെ 4 മണിക്ക് എണീറ്റ് ബെഡ് കോഫി കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് കഴിക്കാൻ പാടില്ല എന്ന് അതിന്റെ ഒരു ഇതെനിക്ക് പറയാൻ കഴിയില്ല. ഏതായാലും സാധാരണ ഇതിൽ ഏറ്റവും നല്ലത് രാവിലെ വെറുമായിട്ട് ചായ ഒഴിവാക്കുക തന്നെ നല്ലത്. ഡോക്ടർ നിലയ്ക്ക് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ശരിക്കും രാവിലെ എണീറ്റ് ശരിക്കും ഒരു ഗ്യാസിന്റെ അസുഖമുള്ള ആളുകളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മറ്റുള്ളവർ അതിൻ്റെ അടുക്ക് സൂചിപ്പിച്ച വെള്ളത്തിന്റെ കാര്യം, അത് ഇന്റർനെറ്റിലും കണ്ടമാന്റെ പേര് എഴുതുന്നുണ്ട്. രാവിലെ എണീറ്റപാട് വെള്ളം കഴിച്ചാൽ വയറിന് നല്ലതാണ്, ഗ്യാസുള്ള ആൾക്കാർക്ക് നല്ലതാണ് എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ പക്ഷെ ചായ ശരിക്കും അധികം സ്ട്രോങ് ചായ പക്ഷെ ഞാൻ കഴിക്കാൻ കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ശരിക്കും 4 മണിക്കൂറാണ് ഉറങ്ങാറ്. രാത്രി 12 മണിക്ക് കിടന്നു, രാവിലെ 4 മണിക്ക് എണീക്കും. അപ്പൊ ആ ഒരു ഹാങ് ഓവർ ഉറക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുമ്പ് വളരെ ശീലമായതാണ്, അങ്ങനെ കഴിച്ചു പോകുന്നു. പക്ഷെ അത് അതിനെ കുറിച്ച് കഴിക്കാൻ പാടില്ല എന്നൊരു ഹദീസോ അല്ലെങ്കിൽ വെള്ളം കഴിക്കാം അങ്ങനെ ഹദീസ് ഞാൻ കേട്ടിട്ടില്ല, അതിനെക്കുറിച്ച് അറിയില്ല. ഏതായാലും നമ്മൾ ബെഡ് കോഫി എന്നത് അത് വെസ്റ്റേൺ കൾച്ചർ ആയിരിക്കും, അവർ ബ്രിട്ടീഷുകാർ അവരൊക്കെ തുടങ്ങി വെച്ചായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സുഹൃത്ത് ഉമ്മർ കൊളത്തൂർ ചോദിച്ചു, ഈ കൊളത്തൂർ ഏത് കൊളത്തൂരോ ഒന്ന് ടൈപ്പ് ചെയ്താൽ തിരക്കടില്ലായിരുന്നു. കൊളത്തൂർ ഏത് കൊളത്തൂർ? അങ്ങാടിപ്പുറം കൊളത്തൂരുണ്ട്, പിന്നെ കൊണ്ടോട്ടി കൊളത്തൂരുണ്ട്, വേറെ ട്രിവാൻഡ്രം കൊളത്തൂരുണ്ട്, തമിഴ്നാട് കൊളത്തൂരുണ്ട്, വളാഞ്ചേരി. ഓക്കെ, ഞാൻ പിന്നെ കൊളത്തൂർ, എൻ്റെ ഭാര്യ കൂടി കൊളത്തൂരാണ്. അവിടെ വൈദ്യരെ പിന്നെ മോളെ കല്യാണം കഴിച്ചത്, അറിയായിരിക്കും തോന്നുന്നുണ്ട്. അബ്ദുൽ അസീസ് എൻ്റെ ബ്രദറിലോ ആണ്, അങ്ങാടിപ്പുറം കൊളത്തൂർ. അവിടെ മൊയ്തീൻകുട്ടി വൈദ്യരുണ്ട്, അവരെൻ്റെ പിന്നെ ഫാദറിലോ ആണ്. കൊളത്തൂർ, വളാഞ്ചേരി കൊളത്തൂർ കറക്റ്റ് അറിയായിരിക്കും തോന്നുന്നു. കൊളത്തൂർ മാത്രമല്ല, കൊളത്തൂർ 5 വർഷം വർക്ക് ചെയ്ത ഡോക്ടറാണ്. അവിടെ കൊളത്തൂർ 88 കൊളത്തൂർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഏറ്റവും നല്ലത് രാവിലെ വെള്ളം കഴിക്കുന്നത് നല്ലത്. അതേപോലെ കൂട്ടത്തിൽ വേറൊരു കാര്യം പറയാം. അധികം ഇതെന്റെ പരിചയം കൊണ്ട് പറയുന്ന കാര്യമാണ്. പിന്നെ അധികം തടിയുള്ള കൊളസ്ട്രോളുള്ള ആളുകളൊക്കെ രാവിലെ എണീറ്റപാട് തേൻ കഴിക്കുന്നത് നല്ലതാണ്. ഖുറാനിൽ ആകെ ഒരു മരുന്ന് മാത്രമേ പറഞ്ഞു, നമുക്കറിയാം, തേൻ മാത്രമേ ഖുറാനിൽ പറഞ്ഞ മരുന്ന്. അത് രാവിലെ വെറും വയറ്റില് 1 ഔൺസ് തേന് കൂടെ 1 ഔൺസ് വെള്ളം, ചെറുനാരങ്ങയുടെ നീര്, അത് ശരിക്കും അല്പം ഒരു പകുതി ചെറുനാരങ്ങ നീര് അത് ഒഴിച്ചിട്ട് രാവിലെ വെറുവായിട്ട് കഴിക്കുന്നത് അത് കൊളസ്ട്രോൾ കുറയാനും തടി കുറയാനും വയറ് കുറയാനും എല്ലാം നല്ലതാണെന്ന് യാതൊരു സംശയമില്ല. ഞാൻ പല രോഗികളും പറയാറുണ്ട്, പല ബുക്കിലും അത് എഴുതാറുണ്ട്, പല ആളുകളും എഴുതാറുന്നതാണ്. തേൻ ശരിക്ക് രാവിലെ വെറുവായിട്ട് ബ്രഷ് ചെയ്യൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ബ്രഷ് ചെയ്യൽ നിർബന്ധമാണ്. ബ്രഷ് ചെയ്തതിന് ശേഷം രാവിലെ വെറുവായിട്ടിൽ 1 ഔൺസ് തേന്, 1 ഔൺസ് വെള്ളം, ഒരു ചെറുനാരങ്ങയുടെ പകുതി കലക്കിയിട്ട് രാവിലെ വെറുവായിട്ട് കഴിച്ചാൽ നമ്മുടെ ഈ അധികം വയറ് പൊന്തി നിൽക്കുന്നു, അതേപോലെ കൊളസ്ട്രോൾ കുറയാൻ എല്ലാത്തിനും നല്ലതാണ്. എന്നാൽ ഷുഗറുള്ള ആളുകൾ അളവ് കുറക്കുന്നത് നല്ലതാണ്. എന്നാലും ഷുഗർ ഇത് മരുന്നാണ്, സംശയം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഞാൻ ഡോക്ടർ സാർ ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്റെ വയസ്സെന്ന് പറയുന്നത് 33 വയസ്സാണുള്ളത്. എന്താന്ന് വെച്ചാല് ഉറക്കം വളരെ കുറവാണ്. കാരണം ഞാൻ ഒരു 6 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുള്ളതായിട്ട് എനിക്കൊന്നും ഇപ്പൊ അടുത്തൊന്നും ഓർമ്മയൊന്നുമില്ല. പ്രത്യേകിച്ച് ഇവിടെ 5 മണിക്കൂറൊക്കെ ഇപ്പൊ കുറഞ്ഞ സമയങ്ങളിലാണ് ഉറങ്ങാറുള്ളത്.
അപ്പൊ എനിക്ക് ചില ദിവസങ്ങളിൽ മിക്കവാറും 4 to 5 ഇതൊക്കെയാണ് ഉറക്കത്തിന്റെ സമയം ഈ ടൈം ആയതുകൊണ്ട്. അല്ലെങ്കിൽ 3.5 to 4 മണിക്കൂറൊക്കെയാണ് ഉറക്കമുള്ളത്. പിന്നെ ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കൂറൊക്കെ മാക്സിമം ഉറങ്ങും. ഇതാണ് ഉറക്കത്തിന്റെ രീതി ഉള്ളത്. അപ്പൊ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ എനിക്കൊരു രാവിലെ ഉറക്കത്തിന്റെ എന്താ അറിയില്ല, ചിലപ്പോ ഒരു തലകടച്ചിൽ കാണാറുണ്ട്. ചില ദിവസങ്ങളിൽ ഒരു സമയങ്ങളിൽ ഉറക്കം തൂങ്ങുന്ന ഒരു ഇതുണ്ടാവാറുണ്ട്. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയുന്നുണ്ട് ഈ ഉറക്കം വരുന്നത് തൂങ്ങുന്നതൊക്കെ ഇതിന്റെ മറ്റേ ഷുഗർ ഉള്ളവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം വലിയപ്പാക്ക് ഷുഗർ ഉണ്ടായിരുന്നു, ഉമ്മാക്കും ഉപ്പാക്കും ഇപ്പൊ ഷുഗർ ഉണ്ട്. അപ്പൊ അവരൊക്കെ 55 ആ ഒരു റേഞ്ചിലായിരിക്കും, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പാരമ്പര്യം സംഭവിക്കുക എന്നുള്ളത് കൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് 33 വയസ്സുള്ളത്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഇനിയിപ്പോ ഈ ഷുഗറിന്റെ ഭാഗമായിട്ടാണ് പറ്റുന്നത്. ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ടെസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ടെസ്റ്റ് ചെയ്ത പിന്നെ മരുന്നിന്റെതും മറ്റൊക്കെ ആയിട്ട് പോകണം. ഇപ്പതാവുമ്പോ ഇനി ഷുഗറൊന്നും വരാതെ ശരീരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിലും കൺട്രോൾ ചെയ്തിട്ടും പിന്നെ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു പോകുന്നുണ്ട്. ഷുഗർ വന്നാൽ ഇനിയിപ്പോ അതിന്റെ എന്ത് കഴിക്കുകയാണെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള കണക്കിൽ അങ്ങനെ പോകണ്ടല്ലോ എന്നുള്ളതിലാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോ ഇത് ഈ ഉറക്കത്തിൻ്റെത് കൊണ്ട് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ സാധാരണ ഇത് തലകടച്ചലോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഉറക്കം തൂങ്ങുന്ന ഒരു പ്രകൃതി എന്ന് പറയുന്നത് മറ്റേ ആ ഒരു പ്രകൃതം മറ്റേ ഷുഗറിന്റെ ഭാഗമായിട്ടെങ്ങാനും സംഭവിക്കുന്നതാണെന്ന് മാത്രം എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. കാരണം ടെസ്റ്റ് ചെയ്യാതെ ഇരിക്കാനുള്ളൊരിത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ടെസ്റ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും പാരമ്പര്യമായിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന് നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞാൽ തരക്കേടില്ലായിരുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. സുഹൃത്ത് ചോദിച്ചത് 33 വയസ്സായുള്ള ചോദിച്ചത് ശരിക്കും ഏകദേശം അദ്ദേഹത്തെ കുടുംബ പാരമ്പര്യം ഉള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കണം നല്ലതാണ്. കാരണം ഷുഗർ വരാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. മാത്രമല്ല ഉറക്കം വരുന്നത് അതിന്റെ ഒരു ഏർലി സിംറ്റം വളരെ തുടക്കത്തിൽ തന്നെ ലക്ഷണം തന്നെയായിട്ട് കണക്കൂട്ടാം. മാത്രമല്ല സാർ 6 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് സാധാരണ ഇതിൽ അത്യാവശ്യം ഒരു 33 വയസ്സാൾക്ക് അത് മതി, ഉറക്കം മതി. പക്ഷെ പകല് വീണ്ടും ഉറക്കം വരുന്നുണ്ടെങ്കിൽ പക്ഷെ അത് തുടർച്ചയായിട്ട് ഉറക്കം കിട്ടുന്നുണ്ടോ ശ്രദ്ധിക്കണം. അപ്പോൾ ശരിക്കും ഇടയ്ക്ക് ഉണർന്ന് വീണ്ടും ഉണരും അങ്ങനെ ആയില്ലെങ്കിലും എന്നാലും നമ്മൾ ഇന്നത്തെ കാലത്ത് വയസ്സ് പറയുകയാണെങ്കിൽ ഒരു 20-25 വയസ്സ് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഷുഗർ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും, ഇനിയിപ്പോൾ മറ്റേ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം പുതിയ വർഷം തുടങ്ങല്ലേ, അതിന്റെ മുമ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്കാണെങ്കിൽ ഒന്ന് ഉറപ്പ് വരുത്തുന്നല്ല, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നോക്കുന്നത് നല്ലതാണ്. ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് വെറും ബ്ലഡ് ഷുഗർ ഏത് ലാബിൽ നിന്ന് നോക്കിത്തരും. അത് മറ്റേ ശരിക്കുള്ള ടെസ്റ്റ് ചെയ്യണം. അത് നമ്മൾ ഒരു കിറ്റ് വെച്ച് ചെയ്യരുത്. ബ്ലഡ് എടുത്തിട്ട് അവർ വിരലിൽ കുത്തിയിട്ട് ചെയ്യുന്നത് വേണ്ട. സാധാ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് 140 മേലെ പോകാൻ പാടില്ല. അങ്ങനെ ടെസ്റ്റ് ചെയ്തത് ഏറ്റവും നല്ലതാണ്. എല്ലാവരും ഒരു 25 ഇയേഴ്സിന്റെ മേലെ, പ്രത്യേകിച്ചും ഫാമിലി ഹിസ്റ്ററി അതേപോലെ അധികം ഓവർ വെയിറ്റ് തടിയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉറക്കം ഞാൻ 6 മണിക്കൂറിന്റെ കാര്യം കേൾക്കുന്നുണ്ടായിരിക്കും അല്ലെ ഡോക്ടർ സാറ്? ഉറക്കം എന്ന് പറയുന്നത് 6 മണിക്കൂർ ഉറങ്ങാറില്ല. അതായത് 6 മണിക്കൂർ ഉറങ്ങിയിട്ട് എന്റെ ഓർമ്മയിൽ തന്നെ വളരെ കുറവാണുള്ളത്. ഞാൻ എപ്പോഴും ഉറങ്ങുന്നത് 4 മണിക്കൂറാണ് എന്റെ ഉറക്കം പറയാൻ പറ്റുള്ളൂ. 5 മണിക്കൂറൊക്കെ ഉറങ്ങുന്നത് ഇപ്പൊ ഈ ചില ദിവസങ്ങളിൽ ഈ തണവ് തുടങ്ങിയതിന് ശേഷം മാത്രമാണ്. പിന്നെ സുബിഹി വഴുകിയത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഒരു 5:15 എണീക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. ഒരു 12:30 12:15 ഉറങ്ങിയിട്ട് സാധാരണഗതിയിൽ മാക്സിമം 5 മണിക്കൂർ ഉറങ്ങണം. 6 മണിക്കൂർ ഉറക്കമില്ല എനിക്ക്. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ടും പിന്നെ ഇവിടുത്തെ നമ്മള് ദുബായിൽ ജീവിതം കാര്യങ്ങളും പിന്നെ ടോട്ടലി ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ഒരു ഇത് മാത്രമാണ് എനിക്ക് ഡൗട്ടുള്ളത്. 6 മണിക്കൂർ ഉറക്കല്ല, 4:30 to 5 ഇന്നും എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതൊന്നും കൂടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മൈക്കെടുത്തിട്ടുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഡോക്ടർ അഷ്റഫ് കൈയുയർത്തിയിട്ടില്ല. ഏതായാലും ഞാൻ ഒന്നുകൂടെ ശ്രമിക്കാം മൈക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. ഞാൻ കുറച്ച് മുമ്പത്തെ ചോദ്യമൊക്കെ ശരിക്കും ശ്രദ്ധിച്ചു. അപ്പോൾ ഒരു കാര്യം കൂടെ മാത്രം പറയാം. അതായത് നിങ്ങൾ ഷുഗർ പരിശോധിച്ചു കഴിഞ്ഞാൽ ഗുളിക കഴിക്കേണ്ടി വരും. അത് പേടിക്കണ്ടല്ലോ. നിങ്ങൾ കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ പരിശോധിച്ച് കുഴപ്പമുണ്ടെങ്കിലും നിങ്ങൾ കഴിക്കുമല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ഒരു വിഷയം ഉദ്ദേശിച്ചത്, നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത് ഒരു ചിലപ്പോൾ തുടക്കത്തിലൊന്നും ലക്ഷണങ്ങൾ ചിലപ്പോൾ കാണിച്ചോണമെന്നില്ല. കുറെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് ഒരു വ്യക്തിക്ക്, ആ രോഗിക്ക് ചിലപ്പോൾ ലക്ഷണങ്ങൾ വളരെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴേക്ക് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ
പരിശോധിച്ച് നോക്കൂ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് നിയന്ത്രിക്കാം. നമ്മുടെ ഭക്ഷണത്തിൽ കൺട്രോളൊക്കെ വരുത്താം. ഗുളിക കഴിക്കണം എന്നല്ലല്ലോ, പ്രമേഹം ഉണ്ട് എന്ന് ഉറപ്പായ ഉടനെ തന്നെ ഗുളിക്കല് ഭക്ഷണം നിയന്ത്രിക്കുക, അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിയന്ത്രണം വരുന്നില്ല എങ്കിൽ ഗുളികയിലേക്ക് പോവുക, അത് സെക്കൻഡറി ആണ്. അപ്പോൾ നിങ്ങൾ പരിശോധിക്കണമെന്നില്ല തന്നെയാണ് നമ്മുടെ ഒരു അഭിപ്രായം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമേഹം അതുപോലെ തന്നെ രക്താതിസമ്മർദ്ദം എല്ലാം സൈലന്റ് കില്ലറായിട്ടാണ്, അതായത് ഒരു നിശബ്ദനായ കൊലയാളിയായിട്ടാണ് വൈദ്യശാസ്ത്രം പരിചയപ്പെടുത്തുന്നത്. നിശബ്ദനായ കൊലയാളി എന്ന് പറയാൻ കാരണം ലക്ഷണങ്ങളൊന്നും ചിലപ്പോൾ കാണിച്ചോളുന്നില്ല, പിന്നെ അവസാന സ്റ്റേജിൽ ലക്ഷണങ്ങൾ കാണിച്ചാൽ ചിലപ്പോൾ ഒറ്റയടിക്കുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ടായിരിക്കും കാണിക്കുക. അതുകൊണ്ട് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഗുളിക കഴിക്കാന്നല്ല, നേരിട്ട് നമുക്ക് നിയന്ത്രിക്കാം. നിയന്ത്രണങ്ങളിലേക്ക് നമ്മുടെ ശരീരം, അതൊരു ജീവിതശൈലി രോഗമാണ്. അതന്നെ ഹൈപ്പർ ടെൻഷൻ എല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. നമ്മുടെ ജീവിതശൈലിയുടെ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഓരോ വിഷയങ്ങൾ. അപ്പോൾ അത് നിയന്ത്രിക്കാനും നമുക്ക് തന്നെ ഒരു ബോധം വരുത്താനും നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വേണം എന്നുള്ളൊരു തോന്നൽ വരുത്താനും നമ്മൾ ടെസ്റ്റ് നടത്തി അതിനെക്കുറിച്ച് തന്നെ ഒരു ബോധം ഉണ്ടാക്കാനും വളരെ നല്ലതാണെന്നാണ് അഭിപ്രായം. പിന്നെ 5 മണിക്കൂർ ഉറക്കം എന്ന് പറയുന്നത് കുറവാണ്. 6 മണിക്കൂറായാലും നമുക്ക് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരാൾക്ക്, ഒരു പ്രായപൂർത്തിയായ ആൾക്ക് 6 മണിക്കൂറൊക്കെ ഏകദേശം മിനിമം ഒരു ആവറേജ്, ഒരു അഡിക്വേറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്റ്റേജിലാണ്. ഇനഫ് എന്ന് പറയാൻ പറ്റില്ല, അഡിക്വേറ്റ്, അത് മതിയാവും എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ തന്നെ ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അതും ഇടയില്ലാത്ത, ബഹുമാനപ്പെട്ട ഡോക്ടർ അഷ്റഫ് സാഹിബ് പറഞ്ഞു ഇടവില്ലാതെ, അത് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. നമ്മൾ ഉറക്കത്തിന്റെ ഇടർച്ച വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. നമ്മൾ കൃത്യമായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്ലീപ്പ് സൈക്കിള് പൂർണ്ണമായിട്ടും നമുക്കത് 6 മണിക്കൂറായിട്ട് കിട്ടണം. അതിന് പ്രധാനപ്പെട്ട ബ്രേക്കുകളൊന്നും അതിൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡ്യൂറേഷൻ, എഫക്റ്റീവ് ഡ്യൂറേഷൻ കുറഞ്ഞതായിട്ട് വരും. അപ്പോൾ പകൽ അതനുസരിച്ച് രാത്രി അല്ലെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട ഉറക്കത്തിന്റെ സമയത്ത് വരാത്ത ഉറക്കം മറ്റു സമയങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ക്ഷീണം തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. ക്ഷീണം, ഭക്ഷണം കൂടുതൽ കഴിക്കുക, വെള്ളത്തിന് കൂടുതൽ കഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടി വരിക, അതുപോലെ തന്നെ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട്. അതുപോലെ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ഞരമ്പുകളൊക്കെ ബാധിക്കും, കാലിലും കയ്യിലൊക്കെ തരിപ്പുകൾ വരും, പിന്നെ കണ്ണിനെ ബാധിക്കുന്നതൊക്കെ ലേറ്റ് സ്റ്റേജാണ്. അപ്പോൾ അത് എല്ലാവർക്കും കൂടെയാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ചോദ്യാർത്ഥിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും കൂടെ പറയാണ്. ബഹുമാനപ്പെട്ട അഷ്റഫ് ഡോക്ടറിന് എന്തെങ്കിലും പ്രത്യേകിച്ചാൽ അതായത് അതായത് ഉറക്കത്തിന്റെ സമയത്തിൽ ഡോക്ടർ തന്നെ പറഞ്ഞു 6 മണിക്കൂർ ആണ് അതിന്റെ ഉറക്കത്തിന്റെ സമയം. നിങ്ങളത് 6 മണിക്കൂർ എത്തുന്നില്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അത് നിങ്ങൾക്ക് കാര്യമായ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം കിട്ടട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അഷ്റഫ് ഡോക്ടർ മൈക്കിലേക്ക് വരുന്നോ? വേറെ എന്തെങ്കിലും ഒരു ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡോക്ടർക്ക് വരാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടാന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ഫാർമസിയിൽ നിന്ന് മേടിക്കുന്ന മെഷീനിൽ ചിപ്പ് ഉപയോഗിച്ചു തുടങ്ങിയാൽ അതൊരു ഒരു മാസത്തിനുള്ളിൽ കഴിക്കണം എന്നൊരു നിയമമുണ്ടോ? അതല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം ഇട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ സമയം, അതായത് 2-3 മാസം 6 മാസത്തിൽ കൂടുതലൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിലുള്ള റേഞ്ചിൽ വ്യത്യാസം വരുന്നു എന്ന് അവർ പറഞ്ഞു. അത് ശരിയാണോ? അതിന്റെ രൂപം എന്താണെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചിപ്പ് മരുന്നാണ് ഉദ്ദേശിച്ചത്? മരുന്നുകള് കാലാവധിയാണോ ഉദ്ദേശിച്ചത് ചോദ്യാർത്ഥം? മരുന്നുകളുടെ കാലാവധിയാണ് ഉദ്ദേശിച്ചതെന്ന് എങ്കിൽ മരുന്നുകളുടെ ഓരോ മരുന്നുകൾക്കും ബഹുമാനപ്പെട്ട ചോദ്യാർത്ഥാവ് മരുന്നിന്റെ കാലാവധിയെക്കുറിച്ചാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നു. എന്ത് കിറ്റാവാം ചിപ്പ്, അത് ഷുഗർ നോക്കുന്ന കിറ്റാണോ? ഷുഗർ നോക്കുന്ന കിറ്റാണെങ്കിൽ അതിന് സൂക്ഷിക്കേണ്ട ചില മരുന്നുകൾ, ചില റിയേജൻസ് ഒക്കെ സൂക്ഷിക്കേണ്ട ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ട്. ആ ടെമ്പറേച്ചർ റേഞ്ചിൽ തന്നെ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവർ പ്രിസ്ക്രൈബ് ആയിട്ടുള്ള അതിനെല്ലാം എഴുതിയിട്ടുണ്ടാവും.
നിയന്ത്രണം ഏതൊക്കെ ടെമ്പറേച്ചറിൽ എങ്ങനെയൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എത്ര കാലം നിൽക്കും. അപ്പോൾ അങ്ങനെ അതിന്റെ പരിധി കഴിയുന്നതിനനുസരിച്ച് അതിലെ റിയേജന്റ് ഒക്കെ രൂപമാറ്റം വരികയും, അതായത് അതിന്റെ എഫക്റ്റീവ്നെസ് കുറയുകയും, നമ്മുടെ ടെസ്റ്റാണ് നടത്തുന്നതെങ്കിൽ അതിന്റെ ടെസ്റ്റ് പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ റിസൾട്ട് വരിക. അപ്പോൾ ഫാൾസ് പോസിറ്റീവും ഫാൾസ് നെഗറ്റീവും, അതായത് തെറ്റായിട്ട് പോസിറ്റീവ് റിസൾട്ടും തെറ്റായിട്ട് നെഗറ്റീവ് റിസൾട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഓരോ കിറ്റിനും വ്യത്യാസം ഉണ്ടാവും, അത് ഓരോ റിയേജന്റിനും വ്യത്യാസം ഉണ്ടാവും, ഓരോ കമ്പനിക്കും വ്യത്യാസം ഉണ്ടാവാം. അത് അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. പിന്നെ മരുന്നുകളാണെങ്കിലും മരുന്നുകൾക്കും ഉണ്ട് ഓരോ ഷെൽഫ് ലൈഫൊക്കെ. അപ്പോൾ അതിന് അതെ അത് കണ്ടീഷൻ ഉണ്ടല്ലോ. തുറന്നു കഴിഞ്ഞാൽ 3 months, അത് അതിന് ഓരോ മാറ്റത്തിന്റെ കണക്കാണ്. തുറന്നു കഴിഞ്ഞാൽ മാത്രമല്ല, നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ടെമ്പറേച്ചർ റേഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ടെമ്പറേച്ചർ റേഞ്ചിൽ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ, തുറന്നിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ അതിനു മുമ്പേ അത് ഉപയോഗശൂന്യമാവും. അതൊക്കെയാണ്. അത് മരുന്നിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, അതിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് 2012 എന്ന് പറഞ്ഞാൽ ആ 2012 ആകുമ്പോൾ അതിൽ ആക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവ് നിശ്ചിത ശതമാനത്തിൽ, അതായത് 90% കുറവ് ആയി വരികയും, പിന്നെ അതിനുശേഷം ആ ഒരു ക്രൈറ്റീരിയ, ആ ഒരു മാനദണ്ഡം അനുസരിച്ച് പിന്നീട് അത് എക്സ്പയർഡ് ആയി എന്ന് കരുതുകയും ചെയ്യും. അതാണ് അതിന്റെ സാങ്കേതികമായ വശം. അപ്പോൾ അതിന്റെ നിർദ്ദേശങ്ങളിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ടെസ്റ്റ് പോസിറ്റീവ് ആവാനോ നെഗറ്റീവ് ആവാനോ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നാണ് അതിന് മറുപടി. വേറെ പ്രത്യേകിച്ചൊന്നും മറ്റു ചോദ്യങ്ങൾക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ സംസാരിക്കുന്നത്? എന്റെ സംശയം, പിന്നെ ഈ ചെറിയ കുട്ടികളിൽ ഇപ്പോ ഈ പല്ലിന് കേട് അല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കാലത്തൊക്കെ പറയും മിഠായി നിട്ടാണ്ട് കല്ല് കേടുവരുന്നെന്ന് പറയാറുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല മനസ്സിലാവുന്നത്. അപ്പോ ഈ കുട്ടികളുടെ 2 വയസ്സ് 3 വയസ്സിന്റെ ഒക്കെ ഇടയിലുള്ള ഈ കുട്ടികളുടെ പല്ലിന്റെ സംരക്ഷണത്തിന് വേണ്ടി പിന്നെ ഭാവിയിൽ കേടിനെ കുറിച്ചുള്ളൊരു സുരക്ഷിതത്വം കിട്ടാൻ വേണ്ടി അവർക്ക് എന്താ നമ്മൾ കൊടുക്കാൻ നല്ലത്? ഭക്ഷണപരമായിട്ട് അല്ലെങ്കിൽ പച്ചക്കറിയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പരമായിട്ട് ഏതാണ് നല്ലത് എന്നൊന്ന് അറിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ചോദ്യം കുട്ടികളുടെ ദന്തസംരക്ഷണത്തെ കുറിച്ചാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു സമയപരിമിതിയുടെ ഒരു വിഷയമുണ്ട്. ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ചോദ്യോർത്താക്കൾ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുക എന്നുകൂടെ അറിയിക്കുന്നു. പിന്നെ റഹ്മാൻ 789 എന്നുള്ള ആൾ മൈക്ക് എടുത്തിരുന്നു, പക്ഷെ ഒന്നും കേട്ടിരുന്നില്ല, അതുകൊണ്ടാണ് അത് കട്ട് ചെയ്യേണ്ടി വന്നത്. പിന്നെ കുട്ടികളിലുള്ള ഒരു ദന്തസംരക്ഷണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുട്ടികളിൽ ദന്ത ശുചീകരണം തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ദന്ത കേട് വരുന്നത് അണുബാധയാണ്. അണുക്കള് വരുന്നു, അവിടെ പറ്റിപ്പിടിക്കുകയും അത്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തിന്റെ ചോദ്യം പല്ലിനെ കുറിച്ചാണ്. അത് ഹലോ പിള്ളേർക്ക് പിന്നെ മധുരം കൊടുക്കുന്നതിനെ കുറിച്ച ചോദ്യം ഒന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അത് കഴിയുന്നത്ര ശരിക്ക് മധുരം ഒഴിവാക്കുന്നത് നല്ലത്. കാരണം പിന്നെ കാലത്ത് മുമ്പ് നമ്മളൊക്കെ എപ്പോഴെങ്കിലും ഒരു മധുരം കഴിക്കുന്നല്ലാതെ ഇപ്പൊ കുട്ടികൾ അങ്ങനെയല്ല. കുട്ടി ദിവസം കണ്ടുമ്പോൾ പാക്കറ്റ് കണക്കിനാണ്. ഓക്കെ, പാക്കറ്റ് കണക്കിനാണ് പിള്ളേർ ഇപ്പൊ കഴിക്കുന്നത്. മുമ്പാണെങ്കിൽ വളരെ എപ്പോഴെങ്കിലും ഒരു മിഠായി എന്നേലും കഴിച്ചാലല്ലാതെ ഇന്ന് ഒരു പാക്കറ്റ് 2 പാക്കറ്റ് ഒന്നിച്ച് പിള്ളേർ കണ്ടമാനം മധുരവും കഴിക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയായാലും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. കാരണം അത് പല്ലിനെയും പല്ലിനെ കേടുവരുത്തും. അത് പല്ലിനെ എങ്ങനെ കേടുവരുത്തുമെന്ന് വെച്ചാൽ പല്ലിന് ഈ മിഠായിന്റെ അല്പഭാഗങ്ങള് അതിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അത് പല്ലിൽ അണുക്കൾ ബാധിക്കാനും ആ പല്ല് ഭാവിയിൽ കേടുവരാൻ സാധ്യത കൂടും. നമ്മൾ കണ്ടമാനം കാണുന്നുണ്ട്. ഇന്നിപ്പോ വളരെ ചെറിയ പിള്ളേർക്ക് പോലും പല്ല് കേടുവന്നിട്ട് പല്ലുവേദനയായിട്ട് വരുന്നവരൊക്കെ സാധാരണ കാണുന്നതാണ്. അത് നമ്മൾ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട. കുട്ടികളുടെ സ്നേഹം കാണിക്കുന്നത് മിഠായി കൊടുത്തിട്ടല്ല, മിഠായി കൊടുക്കാതെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഞാൻ ഇന്നലെ ഈ ഷുഗറും പ്രഷറും ചെക്ക് ചെയ്തത് കേൾക്കാമോ? അതില് 142/101 ആയി എല്ലാവരും എഴുതി. ഏതിൻ്റെയാണെന്നൊന്നും എനിക്കങ്ങനെ മനസ്സിലായില്ല. കാരണം എനിക്ക് ലിസ്റ്റ് തന്നിട്ടില്ല. അതൊരു സൗജന്യ പരിശോധനയായിരുന്നു. അതുകൊണ്ട് ഇതിന്റെ കൂടിയ അളവും ഇതൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തന്നാ നന്നായി. ഞാൻ കുറക്കാൻ വേണ്ട കാര്യങ്ങൾ എന്താ
പ്രഷർ, ഷുഗർ കാര്യങ്ങളൊക്കെ. അസ്സലാമു അലൈക്കും. ഹലോ, സമയം കഴിയാറെന്ന് തോന്നിയിട്ടുണ്ട്. ഏതായാലും സുഹൃത്തിന്റെ ചോദ്യം ക്ലിയർ അല്ല. 140 ഏതാണ് ഉദ്ദേശിച്ചത്? ഷുഗർ ആണോ, കൊളസ്ട്രോൾ ആണോ, അതോ പ്രഷർ ആണോ എന്ന് മനസ്സിലാവും. ടൈപ്പ് ചെയ്താലും മതി. ജസ്റ്റ് 140/90 അതിവിടെ ടൈപ്പ് ചെയ്താൽ മതിയാവും. പ്രഷർ ആണോ ഉദ്ദേശിച്ചത്, ഷുഗർ ആണോ എന്ന് 141 എന്തോ പറഞ്ഞു. 140 ഇത് ഉദ്ദേശിച്ച പ്രഷർ, അത് പ്രഷർ ആണെങ്കിൽ അത് ഈ 140 പ്രഷർ ആണെങ്കിൽ 140 ഉള്ളത് ഡോക്ടർ എഴുതിയിട്ടുണ്ട്. അത് പ്രഷർ ആയിരിക്കും മിക്കവാറും. അത് പ്രഷറാണ് സാധ്യത. കാരണം ഡോക്ടർക്ക് ഷുഗർ ഒന്നും ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഡോക്ടർ ഒരിക്കലില്ല. 140, 100, 1 അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 140 നമ്മൾ മോൾ ഭാഗത്ത് എഴുതുന്നത് അത് ശരിക്കും സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയും. അപ്പൊ അത് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ 140 നോർമലാണ്. പക്ഷെ 101 അത് കൂടുതലാണ്. അതുകൊണ്ട് ഈ 101 കുറക്കണമെങ്കിൽ ഗുളിക കഴിക്കേണ്ടി വരും. 140 സിസ്റ്റോളിക് നോർമൽ ആണെങ്കിലും ഡയസ്റ്റോളിക് പ്രഷർ 90 വരണം. അത് 101 കൂടുതലാണ്. അദ്ദേഹം അത് ഗുളിക കഴിക്കുന്നത് നിർബന്ധമാണ്. ഇന്ന് തന്നെ എൻ്റെ അടുത്തൊരു പേഷ്യന്റ് വന്നു, 130, 100. ആ 130 നോർമലാണ്, പക്ഷെ 100 കൂടുതലാണ്. അപ്പൊ അതിന് ഡോക്ടർ നല്ലോണം ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഇങ്ങനത്തെ പ്രഷർ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അദ്ദേഹം ഗുളിക കഴിക്കുന്ന ആവശ്യമായ പ്രഷറാണത്. ഷുഗർ എല്ലാം ലാബിൽ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. ഇൻഷാ അല്ലാഹ് സമയം കഴിഞ്ഞുകൊണ്ട് മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി അടുത്ത ഇതേപോലെ ക്ലാസ് ഉണ്ടെങ്കിൽ അറിയിക്കാണെങ്കിൽ നോക്കാൻ ശ്രമിക്കാം. ഡോക്ടർ റഹ്മാൻ ഉണ്ടായിരിക്കുമല്ലോ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ബെഡ് കോഫിനെ കുറിച്ച് പറഞ്ഞു ഡോക്ടർ അഷ്റഫ് സാറ്. അത് ഈ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതത്ര നല്ലതാണോ എന്ന് മാത്രമല്ല, ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ബെഡ് കോഫി. പിന്നെ അത് അവരെ വിമർശിക്കാൻ പറ്റുമെന്ന്, കാരണം ബ്രഷ് ചെയ്യുന്നതിന്റെ ആദ്യത്തെ കുറച്ച് ഇറക്കൽ സുന്നത്താണ് എന്ന് ചില കിതാബുകളിലൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ അത് അവരെ ബ്രഷ് ചെയ്യാതെ അവർ കഴിക്കുന്നത് നമുക്ക് വിമർശിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം കൂടി എനിക്കുണ്ട്. തെറ്റാണ്? ഓക്കെ ഓക്കെ ഓക്കെ. ഫിക്കോറമായിട്ടുള്ള മസാല ആയിരിക്കാം. ഏതായാലും ബെഡ് കോഫി കഴിക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യുക എന്ന് പറയുന്നത് ആദ്യത്തെ രാവിലത്തെ ഒരു അഴുക്ക് കളയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതില് നമ്മുടെ ആദ്യത്തെ കാര്യം കളയുക. നമ്മൾ അതല്ല ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ബെഡ് കോഫി എന്ന് പറഞ്ഞിട്ട് ഒരു പടിഞ്ഞാറൊക്കെ ഉള്ള ഒരു സംസ്കാരം എന്ന് വെച്ചാൽ, എണീറ്റ ഉടനെ പല്ല് തേക്കലൊന്നും ഇല്ല, അതിന് മുമ്പേ ചായ കുടിക്കുക, എണീറ്റ് കുടിക്കുക, ഒന്നുമില്ല, പക്ഷെ തേക്കാനുള്ള ഒരു മടി. അപ്പോ എന്തെങ്കിലും ചായയോ എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ഉന്മേഷം വരും. എന്നിട്ട് പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുക. അതൊരിക്കലും ഒരു നമ്മൾ ഒരിക്കലും ആരോഗ്യപരമായിട്ട് പറയുമ്പോൾ അത് ഒരിക്കലും നമുക്ക് അഡ്വക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒന്നും പല്ലൊന്നും വൃത്തിയാക്കാതെ നേരിട്ട് ചായ കുടിക്കുന്ന ഒരു പരിപാടി അത്. പക്ഷെ പല്ല് തേക്കുമ്പോൾ, അതായത് ബ്രഷ് ചെയ്യുമ്പോൾ ആദ്യത്തെ തവണ പോകുന്നത് അത് ഫിക്കീറമായിട്ടുള്ള മസലാണ്. അത് ഞാൻ പറഞ്ഞു. അതായത് ഇപ്പം ഒന്നും പല്ലൊക്കെ വൃത്തിയാക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കുടിക്കുന്നതായിട്ട്, അതായത് ചായ കുടിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബെഡ് കോഫി നേരിട്ട് അങ്ങ് കുടിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. സുന്നത്തെടുക്കാൻ വേണ്ടി നമുക്ക് അതിന്റെ ഒരു ചെറിയ ആവശ്യമാണെങ്കിലും ചെയ്യാലോ. അതിനൊക്കെയുള്ള രീതികളും ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാം. അതല്ലെങ്കിൽ അത് നമുക്ക് എടുക്കാം. പക്ഷെ ഇത് ആരോഗ്യപരമായിട്ട് ഒറ്റയടിക്ക് നമ്മുടെ വായിലുള്ള എല്ലാം ഒരു കപ്പ് ചായ കുടിച്ച് എല്ലാം അകത്തോട്ട് കളയുന്നത് ഒരിക്കലും ആരോഗ്യകരമല്ല എന്നാണ് പറയുന്നത്. അതേസമയം ഞാൻ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഉള്ളത് കൂടുതൽ ഉള്ളവർക്ക് അറിയാൻ പറ്റും. അത് ചുരുങ്ങിയതാണെങ്കിൽ പോലും നമുക്ക് സുന്നത്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് പല്ല് വൃത്തിയാക്കുന്നതോടായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലാതെ ചായയുമായിട്ട് ബന്ധപ്പെട്ടല്ല എന്നാണ് എനിക്കതിന് മനസ്സിലായത്. അത് മാത്രമാണ് പറയാനുള്ളത്. ഉസ്താദ്മാർ ആ കാര്യത്തിൽ എന്തെങ്കിലും തിരുത്താനുള്ളതുണ്ടെങ്കിൽ തിരുത്തണതാണ് എന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹ് ഖൈർ. ഡോക്ടർ റഹ്മാൻ സാഹിബ്, അതുപോലെ തന്നെ ഡോക്ടർ അഷ്റഫ്, മാഷാ അല്ലാഹ്, വളരെ സന്തോഷമുണ്ട് രണ്ടുപേരും നമ്മളുടെ ഈ റൂമിന് വേണ്ടി ഈ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി രേഖപ്പെടുന്നു.